whose head we completely give it into your mighty hands, above Father. Let your Spirit take over, above Father. Hallelujah, hallelujah, hallelujah. In the name of Jesus Christ we pray. Amen, amen, amen. Hallelujah. Hallelujah. Thank you all for joining. Today we have Jaren Neshin with us, and he will be sharing his testimony with us. So over to Jaren Neshin. First of all, thank you, Pastor Finny, Sandy Auntie, and Randu Makkalum, for giving me this opportunity. എനിക്ക് മലയാളം അറിയാം, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഒരു ഇംഗ്ലീഷ് തെറ്റി വരും. ഐ എം അവേ ഫ്രം കേരള സിൻസ് ലാസ്റ്റ് 24 years. നോർത്ത് ഇന്ത്യയിലാണ് എൻ്റെ മേജറായിട്ട് ഞാൻ ഗ്രോ അപ്പ് ആയത്. അതുകൊണ്ട് മലയാളം സംസാരിക്കാനും വായിക്കാനും എല്ലാം അറിയാം, പക്ഷെ ചില വേർഡ്സ് ഒക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഐ ഹോപ്പ് you all can adjust with it. So I really want to thank this beautiful family for inviting me. എന്നെ ഈ ഒരു മീറ്റിങ്ങിനകത്ത് ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു. ഞാൻ പാസ്റ്റർ ഫിന്നിയെ ഞങ്ങൾ റീസെൻ്റ്ലി ആയിട്ട് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു കൺവെൻഷൻ്റെ സമയത്ത് പാസ്റ്റർ ഫിന്നിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാനിയെ ഞാൻ കഴിഞ്ഞ 2023 എൻ്റെ സിസ്റ്ററിൻ്റെ ഷീ ഹാഡ് എ ഫ്ലൈറ്റ് ഫ്രം മുംബൈ. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കൊരു സ്ഥലം വേണമായിരുന്നു ഒന്ന് ഹോൾട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ സമയത്ത് ഡാനി മാത്രം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം സോ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ഡാനി ഓൾസോ. whatever interaction I had with this beautiful family, I realized that ഇത് നല്ലൊരു ബ്ലെസ്സഡ് ഫാമിലിയാണ്. സോ ഐ എം വെരി ഹാപ്പി. ഞാൻ യൂട്യൂബ് ചാനൽസിനകത്തൊന്നും പിന്നെ ഞാൻ കുറച്ച് മീറ്റിംഗ്സ് നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നും എനിക്കൊരു കാര്യം മനസ്സിലായി, യു ആർ ഡൂയിങ് ഗ്രേറ്റ് വർക്ക് ഫോർ ദ ലോർഡ്. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന മീറ്റിങ്ങിനകത്ത് ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയുമെങ്കിൽ ഐ ക്യാൻ ലിറ്ററലി റൈറ്റ് എ ബുക്ക് റൈറ്റ് നൗ. എനിക്ക് അത്രയും സ്റ്റോറീസ് ഉണ്ട്. ചാപ്റ്റർ വൈസ് ചൈൽഡ്ഹുഡ് തൊട്ട് ഈ മാസം 21-ാം തീയതി എൻ്റെ 33 years എൻ്റെ കംപ്ലീറ്റ് ആവും. ഐ വിൽ ബി ഗോയിങ് ഇൻ ടു ദ 34th year. അപ്പം ഇത്രയും വർഷം കൊണ്ട് എനിക്കൊരു ഗോഡ് ഹാസ് ഗിവൻ മീ ആംപിൾ എമൗണ്ട് ഓഫ് എക്സ്പീരിയൻസസ്. ഒത്തിരി കാര്യങ്ങൾ ദൈവം ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കൊരു ബുക്ക് തന്നെ എഴുതാം. ആൻഡ് ദിസ് ഇയർ ആക്ച്വലി ഐ ഹാവ് സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സംതിങ്. I was writing what God has done in my life. If it's in God's will, വരുന്ന വർഷങ്ങളിൽ അത് കംപ്ലീറ്റ് ആയി. I wanted to make it into a book of testimony. അപ്പം സാധാരണ നമ്മൾ ടെസ്റ്റിമണി ഒക്കെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിലുള്ള കഥകൾ നമ്മൾ വായിക്കുന്നു. പക്ഷെ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഥകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ കഥകൾ നമ്മൾ ആൾക്കാരോട് പറയണം. ആൻഡ് ഐ ബീങ് എ ടീച്ചർ, ഞാനിപ്പോൾ ഒരു ടീച്ചിങ് ലൈനിലാണ്. ഞാൻ 2014 തൊട്ട് എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഐ ഓൾവേസ് ബിലീവ് പിള്ളേരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെല്ലണമെങ്കിൽ അത് കഥകൾ ഒരു നല്ല എഫക്റ്റീവ് മെത്തേഡ്. സോ ഐ ഓൾവേസ് ബിലീവ് ഇൻ ഷെയറിങ് സ്റ്റോറീസ്. ഞാൻ ടെസ്റ്റിമണി എന്ന് പറഞ്ഞ വേർഡിനേക്കാൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സ്റ്റോറി. സോ ഐ ബിലീവ് നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ വേൾഡിൽ കാണുന്ന എല്ലാ ആൾക്കാരുടെ ജീവിതത്തിൽ ഒത്തിരി സ്റ്റോറീസ് ഉള്ള ആൾക്കാരാണ്. അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ സ്റ്റോറീസ് ഓരോരോ ഇൻസിഡൻസ് തരുമ്പോൾ അത് ദൈവം തരുന്നത് അതിനകത്തുനിന്ന് ദൈവം നമ്മളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു, ദൈവത്തിന്റെ ഒരു പ്രസൻസ് എത്ര ഉണ്ട് ആ ഒരു ഇൻസിഡന്റിൽ നമ്മൾ അന്യ ആൾക്കാരോട് പറയണം. എന്ന് വെച്ചാല് ഇപ്പം നമ്മൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഒരു ആൾക്കാർ പോലും ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് എനി പേഴ്സൺ ഇൻ ദിസ് വേൾഡ് ഹു ഈസ് വെരി മച്ച് ഹാപ്പി. എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും കഷ്ടങ്ങളും ദുഃഖങ്ങളും കാണും. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം വെൻ വി എക്സ്ചേഞ്ച് സ്റ്റോറീസ് വി വിൽ സീ ദാറ്റ് ദർ ഈസ് സിമിലാരിറ്റീസ്. ആ സിമിലാരിറ്റി വരുമ്പോൾ നമ്മൾ വി ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ. സോ എൻ്റെ ജീവിതത്തിലെ ടെസ്റ്റിമണി
ഓൾ ഓവർ ദ ബ്യൂട്ടിഫുൾ തിങ് ഈസ് ദാറ്റ് നമ്മുടെ എല്ലാ സ്റ്റോറീസ് തുടങ്ങുന്നത് നമ്മുടെ ജനിച്ച ആ ഒരു ചാപ്റ്റർ എല്ലാവരുടെയും സെയിം ആയിരിക്കും. അപ്പം എൻ്റെ ജനനം കേരളത്തിലായിരുന്നു, ബാക്ക് ഇൻ 1990. ഞാൻ 90s ഒരു കിഡാണ്. സോ 90s ഒരു കിഡ് ആയതുകൊണ്ട് ആ സമയത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരോ ആർട്ടിക്കിൾസിനകത്തൊക്കെ വായിക്കുമ്പോൾ 90s ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ്, ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെന്റ് എറ ആൻഡ് നൗ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് വേൾഡ്. 1990s എൻ്റെ ബർത്തായി. ഞാൻ ജനിച്ച ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലായിരുന്നു. എന്നുവെച്ചാല് പള്ളിയില് അച്ഛൻ അങ്ങനത്തെ ഒരു കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചത്. ഇപ്പം വൺ ഓഫ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ കുഡ് സേ ഇസ് ദാറ്റ് എൻ്റെ ജനിച്ച് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ പപ്പ ഗൾഫിലോട്ട് പോയി. That was the first time that he went to Gulf, and he returned back when I was 30. As a 28 years, 30 years, he spent his life in Gulf. So in majority of my life, my father's presence was not there. ഒരു ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കൊരു ഒരു ഒരു ഫാദർ ഫിഗർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വലിയ ഒരു സപ്പോർട്ടാണ്. സോ ഐ ഹാവ് എൻ്റെ ഫാദറിൻ്റെ കൂടെ ഉള്ള കണക്ഷൻ മെജോറിറ്റി ഇൻ മൈ ലൈഫ് വാസ് ത്രൂ ഫോൺ. ഞാൻ 90s കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ആ സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ എവറി ഫ്രൈഡേ ഹി യൂസ് ടു ഗെറ്റ് എ ചാൻസ് ടു കോൾ. ആ സമയത്ത് അവിടെ ഒരു ഐ തിങ്ക് ഒരു കാർഡ് സിസ്റ്റം ഉണ്ടായിരുന്നു. സോ ദേ വിൽ ഗെറ്റ് എ കാർഡ്. അത് കഴിഞ്ഞിട്ട് അവര് വിളിക്കും, അത് അവർ വിളിക്കുമ്പം അത് ഫ്രൈഡേയിലേ വിളിക്കത്തുള്ളൂ, ആൻഡ് ഹി ഹാസ് ടു സ്റ്റാൻഡ് ഇൻ ക്യൂ. അപ്പോൾ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ടൈമിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ സംസാരിക്കാൻ കിട്ടുന്നത്. ആൻഡ് ഹി റിട്ടേൺ ബാക്ക് ബിഫോർ ദ കോവിഡ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പേ ഹി റിട്ടേൺ ബാക്ക്. സോ എൻ്റെ ബർത്ത് കഴിഞ്ഞപ്പോൾ there was very less presence of my father. അത് കഴിഞ്ഞിട്ട് എൻ്റെ മമ്മി ഷീ വാസ് സ്റ്റിൽ സ്റ്റഡിങ്, ഇവരും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് സിൻസ് ഹി വാസ് ഗോയിങ് ടു ദ കോളേജ്, ഞാൻ എൻ്റെ മോസ്റ്റ് ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ കേരള, ഐ സ്റ്റഡീഡ് ഇൻ കേരള, ഐ lived in Kerala till fourth standard. ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഐ വാസ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ്, എൻ്റെ മമ്മിയുടെ പാരൻസിൻ്റെ കൂടെ ആയിരുന്നു. I used to live with my uncles and aunts. So age difference was very less. So I used to call them Achajan and Chechi. Even now also I call my uncle and auntie Chechi and Achajan, because I feel that they are my elder brother and sister. അങ്ങനെ ഒരു എൻവയോൺമെന്റിലായിരുന്നു ഞാൻ വളർന്നത്. പക്ഷെ ഐ വുഡ് സേ എൻ്റെ ലൈഫിൻ്റെ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇറ്റ് സ്റ്റാർട്ടഡ് ബിക്കോസ് ഓഫ് മൈ ഗ്രാൻഡ് പാരൻസ്. എൻ്റെ എനിക്ക് നടക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോയി, സ്കൂളിലോട്ട് ചേർന്നൊക്കെ കാലം ഒക്കെ തുടങ്ങിയപ്പം തൊട്ട് ദേ മേഡ് ഷുവർ കി എനിക്ക് എന്നെ കൊണ്ട് ചർച്ചിൽ പോയായിരുന്നു എവറി സൺഡേ മോർണിംഗ് 7 o'clock. Even now also when I go to Kerala, I remember I ask my അമ്മച്ചി, ഇപ്പോഴും ചർച്ച് 7:30 7 മണിക്കാണോ? അപ്പം ഷീ വിൽ സേ 7 മണിക്കാണ്. അപ്പം ആ 7 മണിയുടെ ചർച്ചിന് ഞങ്ങൾ പോകും. 10 മണി വരെ സർവീസ് ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിൽ വരും. ഉച്ചക്കത്തെ സൺഡേ സ്കൂളിൽ ഞങ്ങൾ പോകും. അതൊരു സൺഡേ റൂട്ടീനായിരുന്നു. ആൻഡ് every day by 7 o'clock she will have my grandmother, even now she is very strict to have family prayer at 7 o'clock. അപ്പം ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ ഞാൻ വരുന്നത്. അപ്പം ഇഫ് യു ആസ്ക് മീ, ആ സമയത്ത് എനിക്ക് ജീസസിനെ കുറിച്ച് അറിയാമെന്ന് ചോദിച്ചാൽ, എനിക്ക് ജീസസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് അറിയാമായിരുന്നു. ബൈബിളിനകത്ത് ഒരു ക്യാരക്ടർ ആയിരുന്നു. ഐ ബിലീവ്ഡ് ദാറ്റ് ഹി വാസ് എ സൂപ്പർ ഹീറോ. എന്ന് വെച്ചാൽ ആ ഒരു ജീസസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ, അപ്പൊ ആ സമയത്തൊക്കെ കോമിക് വെർഷൻ ഓഫ് ദ ബൈബിൾ വാസ് ദ. സോ അതൊക്കെ വായിക്കുമ്പോൾ ഓക്കെ, ദർ ഇസ് ദിസ് പേഴ്സൺ കോൾ ജീസസ് ആൻഡ് ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു സ്ട്രക്ചർ നമ്മുടെ മനസ്സിൽ വരും. ദെൻ സൺഡേ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഓരോരോ സ്റ്റോറീസ്, അഗൈൻ ഐ വുഡ് എംഫസിസ് ഓൺ ദ വേർഡ് സ്റ്റോറീസ് മനസ്സിൽ കയറാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായി ഓക്കെ, ദർ ആർ മെനി അതർ ക്യാരക്ടേഴ്സ്, ബൈബിളിനകത്ത് അലग ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം സൺഡേ സ്കൂളിൽ എനിക്ക് ഇൻട്രസ്റ്റ് തുടങ്ങി. സോ ബൈ ഫോർത്ത് സ്റ്റാൻഡേർഡ് എനിക്ക്
ഐ ഗോ ടു ചർച്ച് ആൻഡ് സൺഡേ സ്കൂൾ റെഗുലർലി. എനിക്ക് ആ സമയത്ത് ക്യൂസ് കോമ്പറ്റീഷൻ ഒക്കെ നല്ല കിട്ടിയിട്ടുണ്ട്. ഒത്തിരി അടുത്ത് മാഡം വഴക്കും പറഞ്ഞിട്ടുണ്ട്, സമ്മാനവും കിട്ടിയിട്ടുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ, ഐ വിൽ ഷെയർ വൺ ഓഫ് ദ ഗുഡ് മെമ്മറീസ്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ ഗുഡ് മെമ്മറി. എനിക്ക് ഗുഡ് ഫ്രൈഡേ ആൻഡ് ഈസ്റ്റർ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പൊ എൻ്റെ അമ്മച്ചി എന്നെ ഗുഡ് ഫ്രൈഡേയുടെ ദിവസം കൊണ്ടുപോകും. അപ്പം ചർച്ച് ടൈമിംഗ് ഇറ്റ് യൂസ് ടു സ്റ്റാർട്ട് ഇൻ ദ മോർണിംഗ് ആൻഡ് വൈകുന്നേരം 4 മണി 5 മണി വരെ സർവീസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സർവീസിൽ എനിക്കറിയാം ക്രോസ് അവിടെ വെച്ചിട്ടുണ്ട്, വി ഹാവ് ടു ഗോ ആൻഡ് ബോ ഡൗൺ. അപ്പം വെൻ ഐ വാസ് ഇൻ തേർഡ് സ്റ്റാൻഡേർഡ് ഐ ഡിഡ് ദാറ്റ്. ആൻഡ് വൺ ഓഫ് ദ ഫോണ്ട് മെമ്മറി ഓഫ് ഗുഡ് ഫ്രൈഡേ ഇസ് ദാറ്റ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് 4 മണിക്ക് കഞ്ഞിയും പയറും കിട്ടും. And 3 days after, on Easter, there was this special kind of food. So, end of memory, even the significance of Good Friday or Easter would be, something related with food and whatever is happening in the church. എനിക്ക് അതിൻ്റെ പുറകിലുള്ള സിഗ്നിഫിക്കൻസോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഐഡിയ ഇല്ലായിരുന്നു. ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഐ ബിലീവ്ഡ് ഇൻ വൺ തിങ്. ഞാൻ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയായിരുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യം വേണമെങ്കിൽ യു ഗോ ഡൗൺ ടു പ്രേ. പ്രാർത്ഥിക്കുമ്പം യേശു നിനക്ക് എന്ത് കാര്യങ്ങളും ചെയ്തു തരും. അതായിരുന്നു എൻ്റെ മനസ്സിലുള്ളത്. ആൻഡ് ഐ യൂസ് ടു ഡു ദാറ്റ്. ഞാനത് കണ്ടിന്യൂസ്ലി ആയിട്ടുള്ള ഐ വാസ് റിഗറസ് ഇൻ ഡൂയിങ് ദാറ്റ്, ഇൻ പ്രേയിങ് ആൻഡ് എവറിത്തിങ്. പക്ഷെ നമുക്കിപ്പോഴും അതിൻ്റെ ആ മീനിങ് എന്തുവന്ന് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ലായിരുന്നു. ദെൻ വെൻ ഐ കെയിം ടു ദ ഫിഫ്ത് സ്റ്റാൻഡേർഡ്, ഞാൻ 5-ാമത്തെ ക്ലാസ്സിൽ വന്നപ്പോൾ മൈ മദർ ഹാഡ് ദിസ് ബർഡൻ ടു കം ബാക്ക് ടു ബറോഡ. ഞാൻ കം ബാക്ക് എന്ന് പറയുമ്പം എൻ്റെ മമ്മി ഇൻ ഹെർ ചൈൽഡ്ഹുഡ് ഷീ വാസ് ഇൻ ബറോഡ. മമ്മി തേർഡ് സ്റ്റാൻഡേർഡ് വരെ ഗുജറാത്തി, നല്ല ഒരു ഗുജറാത്തി ഗേൾ ആയിട്ട് വളർന്ന ഒരാളായിരുന്നു. പിന്നെ നാട്ടിൽ പോയി സെറ്റിൽ ആയ ആളാണ്. അപ്പം എൻ്റെ ഫോർത്ത് സ്റ്റാൻഡേർഡിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ മൈ മദർ ഹാഡ് ദിസ് ബർഡൻ ആൻഡ് ഷീ ഷെയർഡ് വിത്ത് മൈ ഫാദർ, നമുക്ക് പിള്ളേരെയും കൊണ്ട് ബറോഡ അല്ലെങ്കിൽ ഗുജറാത്ത് എന്ന് പറഞ്ഞ നാട്ടിലോട്ട് പോകാം. അപ്പൊ ആ സമയത്ത് എനിക്ക് വലിയ ദുഃഖമായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ ഒരു വേൾഡ് എന്ന് പറയുമ്പം അത് അമ്മച്ചിയും അപ്പച്ചനും പിന്നെ നാട്ടിലെ കൂട്ടുകാര്, പിന്നെ വൈകുന്നേരത്തെ 4 മണി ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള പ്ലേയിങ് ടൈം. ഐ തോട്ട് അതെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ അസ് ടു മൈഗ്രേറ്റ് മെന്റലി. എന്ന് വെച്ചാൽ ഞാൻ വല്ലാതെ പ്രിപ്പയർഡ് അല്ലായിരുന്നു ആ സമയത്ത്. ബട്ട് എൻ്റെ പേരൻസ്, എസ്പെഷ്യലി മൈ മദർ, പ്രേഡ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ഒത്തിരി പ്രാർത്ഥിച്ച് പിന്നെ ഒരു ഡിസിഷൻ എടുത്തു ബറോഡയിലോട്ട്, ഗുജറാത്തിലോട്ട്. നമുക്ക് 2000 ഇൻ ദ ഇയർ 2000 വി ഷിഫ്റ്റഡ് ടു ബറോഡ. അപ്പം നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ വേറെ ഒരു നാട്ടിലോട്ട് പോകുമ്പം അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഐ തിങ്ക് നമ്മളൊരു ബുദ്ധിമുട്ടിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഫിനാൻഷ്യൽ ഉണ്ട്. പിന്നെ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണും, പുതിയ പുതിയ മീൻസ് ഓരോരോ സിസ്റ്റംസ് ആയിരിക്കും. നമ്മൾ നാട്ടിൽ കാണുന്ന സിസ്റ്റം എല്ലാവർക്കും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നത്. വൺ ഓഫ് അവർ ബിഗസ്റ്റ് ബാരിയർ വാസ് ലാംഗ്വേജ്. നമുക്കറിയാം, ഈ ഒരു നല്ല മലയാളം അറിയാവുന്ന ഒരു വ്യക്തി ഒരു ഗുജറാത്ത് അല്ലെങ്കിൽ ഒരു വെസ്റ്റ് നോർത്ത് സൈഡിലോട്ട് വന്നാൽ ലാംഗ്വേജ് ഈസ് ദ ബിഗസ്റ്റ് ബാരിയർ. ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പഠിക്കുന്നതിനേക്കാൾ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് എൻ്റെ മമ്മിക്കായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കണമെങ്കിലും ഞങ്ങൾക്ക് സാധനത്തിന്റെ പേര് അറിയത്തില്ലായിരുന്നു. സോ ഐ സ്റ്റിൽ റിമെമ്പർ, എൻ്റെ അമ്മ വൈകുന്നേരം ഇവിടെ മാർക്കറ്റിൽ പോകും. ആൻഡ് മാർക്കറ്റിൽ പോയിട്ട് സിൻസ് യു ഡോണ്ട് നോ ദ നെയിം ഓഫ് ദ വെജിറ്റബിൾസ്, മൈ മദർ യൂസ് ടു, മമ്മി ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയിട്ട് ആംഗ്യ ഭാഷ ചോദിക്കും, ഇതിന്റെ പേരെന്തോ. അപ്പൊ അവര് നമ്മളോട് ഇതിന്റെ ഈ വെജിറ്റബിളിന്റെ പേര് പറഞ്ഞു തരും. പേര് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോരോ സാധനത്തിന്റെ പേരുകൾ മനസ്സിലായി. അങ്ങനെ ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ ദൈവം ഞങ്ങള് later on we realized it was God's work. He used to arrange our houses for us to live.
ഞങ്ങള് താമസിച്ച ഒരു മുസ്ലിം ഏരിയയുടെ ഇടയ്ക്കായിരുന്നു. പക്ഷെ വി ഹാഡ് എ വെരി ഗുഡ് നെയ്ബേഴ്സ്. ഒരു ഇവൻ ദോ ഒത്തിരി there were many nights we lived without fan. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അറ്റ് സം പോയിന്റ് മൈ മദർ മൈറ്റ് ഹാവ് ഫെൽറ്റ്, എൻ്റെ അമ്മയ്ക്ക് തോന്നി കാണും ഇതൊരു വലിയ മിസ്റ്റേക്ക് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക്, സീയിങ് നൗ 24 വർഷം പുറകെ നോക്കിയാൽ ഐ തിങ്ക് ഈവൻ ദോ ഇറ്റ് വാസ് എ റിസ്കി തിങ്, അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. 2 വർഷം അങ്ങനെ പോയി. ഞങ്ങളിങ്ങനെ തട്ടിയും മുട്ടിയും ആ സമയത്ത് തന്നെ ഐ തിങ്ക് 2001 ഇവിടെ എർത്ത് ക്വേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് വലിയ കുഴപ്പമില്ലാതെ ദൈവം ഓരോരോ കാര്യങ്ങൾ നടത്തി. 2001 ഒരു ലാസ്റ്റിലൊക്കെ വന്നപ്പം മമ്മിയുടെ ഒരു ഫ്രണ്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ ഷീ മെറ്റ് മൈ മദർ ആൻഡ് they were childhood friends, and that auntie used to be a believer. ഷീ സ്റ്റിൽ എ ബിലീവർ. ബിലീവർ ആയതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഒരു ചർച്ചിലോട്ട് വിളിച്ചു. അറ്റ് ഫസ്റ്റ് ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇവിടുത്തെ നാട്ടിലെ ചർച്ചിന്റെ ആ എൻവയോൺമെന്റ് വിട്ട് ഇവിടെ ഒരു ചർച്ചിലോട്ട് സെറ്റിൽ ആയപ്പോൾ, ഇവിടെ ഒരു യാക്കോബ ചർച്ചിൽ പോയി എല്ലാം സെറ്റിൽ ആയപ്പോൾ അടുത്ത വേറെ ചർച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും പിന്നെയും മാറണോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് ഞങ്ങൾ വേറൊരു ചർച്ചിലോട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് വിസിറ്റിംഗ് ഞങ്ങൾ പോയി. ആദ്യത്തെ ആദ്യത്തെ സൺഡേ തന്നെ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫറെന്റ്, ബിക്കോസ് നമ്മൾ ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ ഞാൻ പോയിട്ട് ഇറ്റ് വാസ് വെരി സൈലന്റ്. അച്ഛൻ സിറിയനിൽ കുറച്ച് കാര്യങ്ങൾ പറയും, നമ്മൾ തന്നെ ആമേൻ പറയുക. ലാസ്റ്റിൽ ചെന്ന് യു ടേക്ക് ദ ക്രോസ് ആൻഡ് യു ഗോ ബാക്ക് ടു ഹോം. ദാറ്റ് വാസ് ദ എൻറ്റയർ പ്രോസസ്. പക്ഷെ ഈ ചർച്ചിൽ പോയപ്പോൾ ഇവിടെ ആൾക്കാർ ദേ വർ വെരി ഹാപ്പി. they were from different backgrounds. കൈ അടിക്കുന്നു, ആർത്തി മീൻസ് അവര് they were very happy. ആൻഡ് ചർച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാക്കോബ ചർച്ചിൽ പോകുമ്പോൾ പള്ളി തീർന്ന് വീട്ടിലോട്ട് പോവുക, ആരോടും മിണ്ടാതെ. പക്ഷെ എന്നാൽ ഈ ചർച്ചിൽ ഞാൻ കാണുമായിരുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടും. അപ്പം ഐ ഫെൽറ്റ് സംതിങ് വാസ് ഡിഫറെന്റ്. എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഇത് ഏത് ഒരു ഏത് ടൈപ്പ് ചർച്ചാണ്. പക്ഷെ അന്ന് ഇറങ്ങിയപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ ഇനി 2ാമത് ഇവിടെ വരണോ എന്ന് വെച്ചാൽ ഇവിടെ 4 മണിക്കൂറിന്റെ സർവീസ്, അവിടെ 3 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഷീ ഫെൽറ്റ് അറ്റ് ഹോം. ദെൻ ഷീ ടോൾ മീ, ഞങ്ങൾ തിരിച്ച് ഓട്ടോയിലൊക്കെ വരുമ്പോൾ മമ്മി പറയും, പണ്ട് എൻ്റെ വലിയമ്മച്ചിയുടെ സമയത്ത്, എൻ്റെ മമ്മിയുടെ അമ്മച്ചിയുടെ സമയത്ത് ഷീ ഹാഡ് എ റിയൽ ഇൻട്രസ്റ്റ് ഇൻ നോയിങ് ക്രൈസ്റ്റ്. So she told me, about Jesus. ജീസസിന്റെ ആ ഒരു സിഗ്നിഫിക്കൻസ് she started to tell me about it. Then within 2004 ആയപ്പോൾ മമ്മിയുടെ 2002 ഇന്ത്യയിലായപ്പം തന്നെ മമ്മി ഞങ്ങൾ റെഗുലറായിട്ട് ആ ചർച്ചിൽ പോകാൻ തുടങ്ങി. ഐ ഓൾസോ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഇൻട്രസ്റ്റഡ്. പുതിയ ആൾക്കാരെ കിട്ടിയ, എൻ്റെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കിട്ടി. മമ്മി അവിടെ ബാപ്റ്റിസം എടുത്തു. Then I felt, and this is kind of new. I will get adjusted to it. 2004 ആയപ്പോഴത്തേനും ഐ വാസ് വെരി വെൽ ഇൻ ടു ദ സൺഡേ ചർച്ച് ആക്ടിവിറ്റി. ഞാൻ ക്രിസ്മസ് സ്കിറ്റിനകത്ത് പാട്ട് ചെയ്തു. സോ I knew that. Now I realize that yeah, Jesus has done something in my life, and I think during that time I also took baptism. Baptism എടുത്തിട്ടും I really felt that missing of Jesus in my life. ഞാൻ ഇപ്പോഴും ദൈവത്തിനോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും, രാവിലെ പോകുമ്പം പ്രാർത്ഥിക്കും. ഇപ്പം പ്രാർത്ഥനയുടെ അക്കൗണ്ട് കൂടി, ബട്ട് ദർ വാസ് നോ പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതങ്ങനെ തന്നെ പോയി, കുറച്ച് നാളത്തേനും പോയി. 5th, 6th, 7th, 8th ഒക്കെ ആയപ്പോൾ ഞാൻ വേറെ സ്കൂളിലോട്ട് പോയി. അവിടെ ആ സ്കൂളിലെ പുതിയ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. വലിയ പണക്കാരുടെ ഒരു സ്കൂളിലോട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം എനിക്ക് അവിടെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ദേവർ വെരി ഡിഫറെന്റ്, ഒത്തിരി ഡിഫറൻസ് ആയിട്ടുള്ള പബ്ലിക് ആയിരുന്നു. സംഹൗ ഗോഡ് ഹെൽപ്പ് മീ. ആ സമയത്ത് തന്നെ പുതിയൊരു പാഷൻ എൻ്റെ ലൈഫിൽ കയറി വന്നു, ഫുട്ബോൾ. ആ സമയത്ത് എനിക്ക് ഇത്രയും ഹെവി ബോഡി ഇല്ലായിരുന്നു. അന്നൊരു 70 കിലോസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് കളിക്കാൻ എനിക്ക് കൊച്ചിലോട്ട് വലിയ ഇഷ്ടമാണ്. ഞാൻ കേരളത്തിലായപ്പം ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പിൽ തന്നെ ഒരു കണ്ടമുണ്ട്, ഒരു ഫീൽഡുണ്ട്. അവിടെ അത് ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ ആക്കി ഞങ്ങൾ കളിച്ച്. ഐ യൂസ് ടു പ്ലേ ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്.
അപ്പൊ കളിക്കാൻ പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ യുനോ ഈ ഒരു പുതിയ സ്കൂളിലോട്ട് വന്നപ്പം അവിടെ എനിക്കൊരു ചാൻസ് കിട്ടി കളിക്കാനും. ആൻഡ് ഐ സ്റ്റാർട്ടഡ് പ്ലേയിങ് ഫുട്ബോൾ. ഫുട്ബോൾ ഒക്കെ കളിക്കാൻ കിട്ടിയപ്പം സ്ലോലി മൈ ഇൻട്രസ്റ്റ് ഓൾസോ സ്റ്റാർട്ടഡ് ടേണിങ്. ഞാൻ പണ്ട് സൺഡേസും സാറ്റർഡേസും ഒക്കെ ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ആള് പതുക്കെ പതുക്കെ ഞാൻ ഓരോരോ ആക്ടിവിറ്റീസിനകത്ത് ഫുട്ബോളിനകത്ത് അല്ലെങ്കിൽ പഠിത്തത്തിനകത്ത് അങ്ങനത്തെ ഓരോരോ കാര്യത്തിനകത്ത് ഞാൻ അങ്ങ് കയറി ഒത്തിരി ഇൻട്രസ്റ്റ് കാണിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ ബാക്ക് ഓഫ് ദി എൻഡ് എനിക്കറിയായിരുന്നു ജീവിതത്തിൽ ഒരു പ്രാർത്ഥന വേണം. പക്ഷെ എന്നാലും എൻ്റെ ലൈഫിനകത്ത് ഒരു മീനിങ് ഇല്ലാത്ത പോലെ ഒരു ലൈഫിന്റെ ഒരു ഫേസ് ആയിരുന്നു. സോ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഫുട്ബോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഈവൻ നൗ ഓൾസോ ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ഫുട്ബോൾ. ബട്ട് അത്രയും പണ്ടത്തെ പോലത്തെ ഉള്ള ഒരു പ്രാന്തൊന്നും ഇല്ല. മനസ്സിലെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഒരു പാഷൻ ഒന്നും ഇല്ല. പക്ഷെ ആ സമയത്ത് ഞാൻ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എന്നെ പഠിത്തം വരെ എന്നെ കോംപ്രമൈസ് ആയി ചില സമയത്തായി പോകും. 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പം ശരിക്കും ഐ യൂസ് ടു ബാലൻസ്. ഞാൻ ഒരു കാര്യം ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസംബർ വരെ പഠിച്ചിട്ട്, സോറി, ഡിസംബർ വരെ ഞാൻ നല്ലതായിട്ട് കളിച്ചിട്ട് ജനുവരി ഫെബ്രുവരി ഐ വിൽ സ്റ്റഡി വെരി ഹാർഡ് ആൻഡ് മാർച്ചിൽ എൻ്റെ ബോർഡ് എക്സാം നല്ലതായിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്ത്. സോ 10th ഐ ഡിഡ് വെരി വെൽ. പക്ഷെ 10th എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രഗിൾ ആയിരുന്നു മാത്സ്. ഐ ക്യാൻ സേ ദാറ്റ് നമുക്ക് എല്ലാവർക്കും എവിടെയോ ഒരു മാത്സ് ഒരു വല്ലാത്തൊരു വില്ലൻ സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ എൻ്റെ ലൈഫിലും മാത്സ് വലിയൊരു വില്ലൻ സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷേ ഈവൻ ടു ദ എക്സ്റ്റെൻഡ് ദാറ്റ് എൻ്റെ മാഡം ബോർഡ് എക്സാമിന് മുമ്പേ 10th ഫൈനൽ എക്സാമിന് മുമ്പേ മാഡം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നീ എക്സ്റ്റേണൽ എക്സാം കൊടുക്കുക, നീ മാത്സിനകത്ത് പാസ് ആകത്തില്ല, അത് ഞങ്ങളുടെ സ്കൂളിന് അത് റെപ്യൂട്ടേഷൻ ബാധിക്കും. എന്നാലും ആ സമയത്ത് എൻ്റെ അമ്മ ഒത്തിരി വലിയ സ്ട്രോങ് ആയിട്ട് നിന്ന് പറഞ്ഞു, ഇല്ല ഇത് അവൻ ഇവിടെ തന്നെ കൊടുക്കും. അതും പ്രഷറായി. ഞാൻ ആ സമയത്തൊന്നും കളിക്കാതൊന്നും ഞാൻ പ്രാർത്ഥിച്ച് 10th എങ്ങനെയോ ക്ലിയർ ആയി, ഡിസ്ട്രിക്ഷനോട് ക്ലിയർ ആയി. മാത്സ് ഐ സ്റ്റിൽ റിമെമ്പർ ഐ ഗോട്ട് അറൌണ്ട് 62 മാർക്സ്. ബാക്കി എല്ലാ സബ്ജക്റ്റും നല്ല മാർക്ക് കിട്ടിയിട്ട് ഇത് താരെയാണ്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു ഓക്കെ പാസ്സായി, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി 10th ഈ സബ്ജക്റ്റ് ഈ വന്നുകൊണ്ട് എനിക്ക് ഇനി അടുത്ത റിസ്ക് എടുക്കണ്ട, എനിക്ക് ഈ മാത്സ് എന്ന് പറഞ്ഞ സാധനം ഇനിയും അടുത്ത കാണണ്ട. അപ്പൊ ഞാൻ ഇങ്ങനെ തിരക്കിയപ്പോൾ ഞാൻ ഓർത്തു ബയോളജി വിൽ ബി എ ഗുഡ് ഓപ്ഷൻ. അപ്പൊ അതിനകത്ത് മാത്സ് അത്രയും ഇല്ല, കെമിസ്ട്രി എങ്കിലും അതിനകത്ത് ഒത്തിരി കാണത്തില്ല. ഈ ഫിസിക്സിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ മാത്സ് കുഴപ്പമില്ല, ഒരു ഇച്ചിരി മാത്സ് ഒക്കെ കുഴപ്പമില്ലെന്ന്. പക്ഷെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഫിസിക്സിനകത്ത് ഈ മാത്സിന്റെ ചേട്ടൻ അവിടെ ഇരിക്കുന്നതാണ്. അത് വലിയൊരു ദുഃഖമായി പോയി. അപ്പം പുതിയൊരു വില്ലൻ വന്നു ഫിസിക്സ്. 11th സ്റ്റാൻഡേർഡ് വന്നപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കളിക്കാൻ ആ ഒരു സംഭവം ഞാൻ വിട്ടില്ല. ഫുട്ബോൾ വാസ് സ്റ്റിൽ മൈ പാഷൻ. അഗൈൻ സെയിം സ്ട്രാറ്റജി, ഡിസംബർ വരെ നല്ലതായിട്ട് കളിച്ചിട്ട് ഡിസംബർ എൻഡ് ഒക്കെ ആകുമ്പോഴത്തേന് ഐ സ്വിച്ച് ടു സ്റ്റഡി മോഡ്. 11th എങ്ങനെയോ പാസ്സായി. പിന്നെ വന്ന് 12th സെയിം സ്ട്രാറ്റജി ഐ യൂസ്ഡ്. ഡിസംബർ വരെ നല്ല കളിയും ഒക്കെ ആയിരുന്നു, ഐ വോൺ കപ്സ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജനുവരി ഓഫ് 2008 എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു ചാപ്റ്ററിന്റെ തുടക്കമായി പോയി. ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരു വേർഡ്സ് ഐ വോണ്ട് ടു ഷെയർ ദാറ്റ് വേർഡ്സ് വിത്ത് യു. ദാറ്റ് ഈസ് ഫ്രം ജോൺ ചാപ്റ്റർ 15:2. ജോൺ ചാപ്റ്റർ 15:2. ആർക്കെങ്കിലും മലയാളത്തിൽ അത് റീഡ് ചെയ്യാൻ ഒക്കുമോ? ഇസ് ഇറ്റ് പോസിബിൾ? അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലാണ് റീഡ് ചെയ്യാം. ജോൺ 15:2. ഓക്കെ ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷില്ല. എവറി ബ്രാഞ്ച് ഇൻ മീ ദാറ്റ് ഡസ് നോട്ട് ബെയർ ഫ്രൂട്ട് ഹി ടേക്സ് അവേ, ആൻഡ് എവറി ബ്രാഞ്ച് ദാറ്റ് ഡസ് ബെയർ ഫ്രൂട്ട് ഹി പ്രൂൺസ് ദാറ്റ് ഇറ്റ് മേ ബെയർ മോർ ഫ്രൂട്ട്. നിങ്ങൾക്ക് മലയാളം അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലെങ്കിലും ആ വചനം ഒന്ന് ഓർത്ത് വെക്കുക. ജോൺ ചാപ്റ്റർ 15:2. അപ്പം ഞാൻ നമ്മുടെ 2008 കാര്യം പറയാം. എൻ്റെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ഒരു ഇയർ ആയിരുന്നു. എന്ന് വെച്ചാൽ ഐ തിങ്ക് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറീസിലൊക്കെ ടേണിംഗ് പോയിന്റ്സ് വരുന്ന ഓരോരോ സെക്ഷൻസ് ഇല്ല. അപ്പൊ അതുപോലത്തെ എൻ്റെ ജീവിതത്തിലെ
ഒരു ടേണിംഗ് പോയിന്റ് ഉള്ള ഇയർ ആയിരുന്നു 2008. സോ 2007 എൻഡ് ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ പഠിക്കാനൊക്കെ തുടങ്ങി. 12th കംപ്ലീറ്റ് എങ്ങനെയൊന്നും ചെയ്യണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. സോ ജനുവരി 2008 എൻ്റെ എക്സാംസ്, പ്രിലിംസിന്റെ എക്സാംസ് എന്ന് പറയുന്ന എക്സാംസ് എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഇവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ട്, ഉത്തരായൺ എന്ന് പറയുന്നത്. എനിക്ക് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു അത് നിങ്ങൾക്ക് അറിയാം എന്തോ ഫെസ്റ്റിവൽ എന്ന്. അറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറയാം. ഉത്തരായൺ എന്ന് പറഞ്ഞാൽ ഇവിടെ അത് കൈറ്റ് ഫ്ലൈയിങ് ഫെസ്റ്റിവലാണ്. കൈറ്റ് അവര് 2 ദിവസം, 14th ആൻഡ് 15th ഇവിടുത്തെ ആൾക്കാർ അത് അതിനെ ഫ്ലൈ ചെയ്ത് അവർ സെലിബ്രേറ്റ് ചെയ്തു. അത് ദാറ്റ് കൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബാംബൂ സ്റ്റിക്സ് ആൻഡ് ദ പേപ്പർ. പക്ഷെ ആ ത്രെഡ് എന്ന് പറയുന്ന സാധനം, ആ ത്രെഡ് ഉണ്ടാക്കുന്നത് അതൊരു സൈസ്, ഒരു പ്രോസസ് ഉണ്ട്. അതിന് പറയുന്ന മാഞ്ച എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സാണ്. മാഞ്ച ത്രെഡ് എന്ന് പറയും. ഈ മാഞ്ച ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അവര് കളറിനകത്ത് അത് മുക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ഗ്ലാസ് പീസസ് ഒക്കെ അവർ ക്രഷ് ചെയ്ത്, ട്യൂബ് ലൈറ്റിന്റെ ഗ്ലാസ്, അങ്ങനത്തെ ഗ്ലാസ് പീസസ് ഒക്കെ അതിനകത്ത് ആ ഒരു ലിക്വിഡ് അത് മിക്സ് ചെയ്ത് അവർ എന്നിട്ട് ആ ത്രെഡ് അവർ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് ദേ യൂസ് ടു ടൈ ഇറ്റ് ഓൺ ദ കൈറ്റ്. അത് നല്ലതായിട്ട് പറപ്പിക്കുമ്പം മറ്റേ കൈറ്റിന്റെ ത്രെഡിനെ കട്ട് ചെയ്യാൻ വേണ്ടി അവരത് യൂസ് ചെയ്യും. അപ്പം ഇത് പണ്ട് കാലം തൊട്ട് 2000 ഞങ്ങൾ വന്നപ്പം തൊട്ട് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ത്രെഡ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒക്കുകയാണെങ്കിൽ വെളിയിലൊക്കെ ട്രാവൽ ചെയ്യുമ്പം പ്ലീസ് ടേക്ക് കെയർ. എന്ന് വെച്ചാൽ അത് കൈ മുറിയും, കഴുത്ത് മുറിയും, മുഖം മുറിയും. ഇന്നും ഞാൻ ആക്ച്വലി എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനോട് വർത്താനം പറയുമ്പോൾ അവൻ്റെ ഫേസിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഫേസിൽ വന്നൊരു ത്രെഡ് കാണാൻ മുറിഞ്ഞ കാര്യമാണ്. അപ്പം ഈ ത്രെഡ് എന്ന് പറയുമ്പം ഓൾറെഡി ഷാർപ്പ്. അതിൻ്റെ കൂടെ ഈ ഗുജറാത്തിൻ്റെ മാർക്കറ്റിൽ ചൈനീസ് ത്രെഡ് എന്ന് പറഞ്ഞൊരു കാര്യം വരും. അത് ഇറ്റ്സ് വൺ ഓഫ് ദ വെരി ഷാർപ്പ് ത്രെഡ്. അതൊക്കെ കയ്യിൽ ഇച്ചിരെങ്കിലും ഒന്ന് മുട്ടിയാൽ അതങ്ങ് കയ്യിൽ നിന്ന് ചോര പോകും. ചില ആൾക്കാരുടെ കൈ വരെ അങ്ങ് ഇതായി പോകും. അപ്പം എൻ്റെ ലൈഫിനകത്ത് ഒരു ഇൻസിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അത് 15th ജനുവരി 2008 ആയിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേറ്റ്. അന്ന് അന്നത്തെ ദിവസം ഞാൻ സാധാരണ 14th-15th ഞാൻ ഇറങ്ങത്തില്ല. ഞാൻ എത്രയെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കത്തുള്ളൂ. ഐ യൂട്ടിലൈസ് ദാറ്റ് ഡേ ഫോർ മൈസെൽഫ്. അപ്പം അന്ന് ആ സമയത്ത് എൻ്റെ മമ്മിക്ക് വയ്യായിരുന്നു. മമ്മിക്ക് ഒരു ഫീവർ ആയിരുന്നു. അപ്പൊ ആ കാരണവശാൽ അന്ന് വൈകുന്നേരം എന്നോട് പറഞ്ഞു, നീ പോയി ഇച്ചിരി മെഡിസിൻ മേടിച്ചോണ്ട് വാ, ഒത്തിരി പനിയായതുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ വൈകുന്നേരം ആ സമയത്ത് ഒരു 6 മണി, സോറി, ഒരു 5:30, 5 o'clock ഒക്കെ ആയപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. ആൻഡ് ഐ ടുക്ക് ദ പ്രിക്കോഷൻ. ഞാൻ ഹെൽമെറ്റ് വെച്ചു. നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ഈ മഫ്ലർ വെക്കുന്ന പോലെ ഞാൻ ഇവിടെ കഴുത്തിന്റെ അവിടെ മുഖത്തും എല്ലാം മഫ്ലർ വെച്ചിട്ട് ഞാനുള്ള പ്രിക്കോഷൻ എല്ലാം എടുത്തിട്ട് ഞാൻ പോയി. അപ്പൊ ഇറങ്ങി ഞാൻ എൻ്റെ ആക്ടിവ ആക്ടിവയില ഞാൻ പോയത്. പോയി ഞാൻ മെഡിസിൻ മേടിച്ച് തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിയിൽ തന്നെ കുറച്ച് അങ്ങോട്ട് ആക്സിലേറ്റർ എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് ഈ സൈഡിൽ കൂടെ നല്ല വേദന തുടങ്ങി. അപ്പം ആ വേദന എനിക്ക് മനസ്സിലായി, നല്ല ഷാർപ്പ് ഒരു വേദനയായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ഐ റിയലൈസ് എൻ്റെ മുമ്പിൽ കൂടെ ട്രക്ക് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ആ പെയിൻ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ആക്ടിവയുടെ റിയർ മിററിൽ നോക്കിയപ്പം ആ ട്രക്ക് ഇറ്റ് ഹാസ് പാസ്ഡ് മീ. ബട്ട് 2-3 സെക്കൻഡിനകത്ത് തന്നെ എനിക്ക് ഈ വേദന ഇവിടെ തന്നെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തോട് നല്ലതായിട്ട് കൂടാൻ തുടങ്ങി. അറ്റ് ദാറ്റ് മൊമെന്റ് ഐ റിയലൈസ്ഡ് എനിക്ക് ഏതാണ്ട് ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ ദേഹത്തു നിന്നുള്ള ബ്ലഡ് സ്പ്രിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഐ കുഡ് സീ ദാറ്റ് ഓൺ ദ ആക്ടിവയുടെ ഡാഷ്ബോർഡിലും മിററിലൊക്കെ വരാം. അറ്റ് ദാറ്റ് ടൈം ഐ റിയലൈസ് ദാറ്റ് വാട്ട് ഹാപ്പൻ. എനിക്ക് മനസ്സിലായി എന്തോ കാര്യം പറ്റി. വിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് ഞാൻ വണ്ടി സ്കിറ്റായി. ഞാൻ റോഡിന്റെ സൈഡിലോട്ട് സ്കിറ്റായി വീണ്. അത്രയും മാത്രം എനിക്കും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള മിനിറ്റ്സിൽ ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. എനിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഐ കുഡൻ മൂവ്. ഐ റിയലൈസ് ദാറ്റ് എൻ്റെ ദേഹത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം പോലെ ഒരു കാര്യം പോയിക്കൊണ്ടിരിക്കും.
പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ദേഹം മൊത്തം തണുപ്പ് കയറുക. നമ്മൾ ഈ ഒരു ഫ്രീസറിനകത്ത് വെക്കുന്ന പോലുള്ള തണുപ്പ് ആ, ദേഹത്തിനകത്തോട്ട് കയറുക. ഐ റിയലൈസ് ദാറ്റ് എൻ്റെ കഴുത്ത് മുറിഞ്ഞു ആൻഡ് ഐ വാസ് അബൌട്ട് ടു ഡൈ, ബിക്കോസ് എനിക്ക് ഇപ്പം ബ്ലറായിട്ട് എല്ലാം കാര്യങ്ങൾ കാണാൻ ഒക്കുന്നുള്ളായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ സിസ്റ്റം ഉണ്ട്, 108 ഞങ്ങൾ വിളിക്കുമ്പോൾ ഒരു ആംബുലൻസ് ഓടിയെത്തും. പക്ഷെ ആ സമയത്ത് 2008 ആ സമയത്ത് അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. അപ്പൊ ആ സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്നായിട്ടാലും എനിക്ക് ഒരു കാര്യം ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, അല്ലെങ്കിൽ ഒരു കോൾ വിളിക്കാൻ പോലും ആരുമില്ല. എന്നെ കണ്ട് ആൾക്കാർ ഓടിപ്പോയി. എന്നാ വെച്ചാൽ ആ സമയത്ത് ഇവിടെ ഒരു ആക്സിഡന്റ് പറ്റി ഒരാളെ കണ്ടാൽ, ഒരാളെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ ആൾക്കാരിൽ എന്തെങ്കിലും പറ്റിയാൽ ദ അതർ പേഴ്സൺ കുഡ് ബി ട്രാപ്ഡ്. ആ ഒരു പേടിയിൽ ഒരാൾക്കാരെ ഇങ്ങോട്ട് ഹെൽപ്പും ജോലിയും ചെയ്തിട്ടില്ല. ഒരു 10-15 മിനിറ്റെങ്കിലും ഞാൻ ആ റോഡ് സൈഡിൽ ആ ഒരു ആ ആ കിടന്ന ആ പൊസിഷനിൽ തന്നെ ഞാൻ കിടന്നു. എനിക്ക് എൻ്റെ ദേഹത്തുനിന്ന് ഐ കുഡ് ഫീൽ ദാറ്റ് എനർജി വാസ് ഗോയിങ് ഫ്രം മൈ ബോഡി. വിത്തിൻ സെക്കൻഡ്സ് ഐ റിമെമ്പേർഡ് മൈ മദർ. എൻ്റെ അമ്മ എനിക്ക് ഉടനെ ഓർമ്മ വന്നു. എനിക്ക് ഐ വാണ്ടഡ് ടു സീ ഹർ. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എനിക്ക് മനസ്സിലായി സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എനിക്ക് മരിക്കുന്നതിന് മുമ്പിൽ എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എൻ്റെ അനിയത്തിയെ കാണണം. ആൻഡ് പപ്പ ആ സമയത്ത് വെളിയിലായിരുന്നു, ഖത്താറിലായിരുന്നു. അപ്പം ഐ ഡോണ്ട് നോ, അറ്റ് ദാറ്റ് ടൈം വീഡിയോ കോളിംഗ് ഒരു ഓപ്ഷനേ അല്ലായിരുന്നു. ഞാൻ എങ്ങനെയോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ജനുവനായിട്ട് ആദ്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു മൂമെന്റ് ആയിരുന്നു ആ സമയത്ത്. ഞാൻ ആദ്യം 2-3 പ്രാവശ്യം ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഇവിടുന്ന് രക്ഷിക്കുക, അല്ലെങ്കിൽ നിനക്ക് എന്നെ ഇന്നത്തെ രാത്രി കാണിക്കാനുള്ള പ്ലാൻ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ലെറ്റ് മീ സീ മൈ മദർ. ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ദൈവത്തിനോട് നമ്മൾ ശരിക്കും ഞാൻ ജനുവനായിട്ട് അന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 3 പ്രാവശ്യം എന്നെക്കാൾ ട്രൈ ചെയ്തു. പക്ഷെ മൂന്നാമത്തെ പ്രാവശ്യം എന്നിട്ടിപ്പോൾ എനിക്കൊരു അബ്ഡോമിനൽ സ്ട്രെങ്ത് കിട്ടി. ഞാൻ എൻ്റെ ആക്റ്റീവ എടുത്ത്, ആക്റ്റീവ എന്ന് പറഞ്ഞാൽ പഴയ ആക്റ്റീവ, നല്ല ഹെവി ആക്റ്റീവ, അത് എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് ഐ വെന്റ് ബാക്ക് ടു മൈ ഹോം. എൻ്റെ വീട് ആ ആക്സിഡന്റ് പറ്റിയ സ്ഥലത്തു നിന്ന് 3 കിലോമീറ്റർ ദൂരെയായിരുന്നു. അപ്പൊ ഞാൻ അന്ന് ഈ ഈ കളറിന്റെ ഒരു ടീഷർട്ടാണ് ഇട്ടത്. പക്ഷെ ഞാൻ അത് ഇങ്ങനെ താരെ നോക്കിയപ്പം തന്നെ അത് മൊത്തം ബ്ലാക്ക് ആയി. എന്ന് വെച്ചാൽ എന്റെ ബ്ലഡ് കാരണം ഗ്രീൻ കളറിന്റെ ടീഷർട്ട് മൊത്തമായിട്ട് അങ്ങ് ബ്ലാക്ക് ആയി. അപ്പം ആ ബ്ലാക്ക് ഷർട്ട് ഞാൻ ഇങ്ങനെ കടിച്ചു കയറി ഞാൻ ഇങ്ങനെ മേളിലോട്ടാക്കി. ഇത് വൂണ്ട് എനിക്ക് അറിയാവുന്ന ഒത്തിരി അങ്ങ് തുറന്നിരിക്കുക. ഐ ഡോണ്ട് വാണ്ടഡ് ടു ഗെറ്റ് ഇറ്റ് മോർ ഇൻഫെക്റ്റഡ്. അപ്പം ആ കാരണവശാല് ഞാൻ ഇത് ഇങ്ങനെ മേളിലോട്ട് വെച്ച് ഐ സംഹൗ ഡ്രോ ബാക്ക്. അപ്പം ആ സമയത്ത് ഞാൻ ഫോൺ വിളിച്ച് അമ്മയോട് പറഞ്ഞായിരുന്നു, അമ്മ ഇങ്ങനെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്, പേടിക്കണ്ട, എനിക്ക് വീട്ടിൽ വരണം. അപ്പൊ ഞാൻ 3 കിലോമീറ്റർ എങ്ങനെയോ ദൈവം എന്നെ ആ, എത്തിച്ചവിടെ എത്തിച്ചു കഴിഞ്ഞിട്ട് അവിടെ എത്തി വീട്ടില് ആസ് സൂൺ ആസ് ഐ എൻഡഡ് എൻ്റെ അമ്മ ഒരു കാര്യം പറഞ്ഞു, ആ, നീ ആ, ഈ ഇത് വെച്ചോണ്ട് നീ കണ്ണാടിയുടെ അവിടെ പോയി നോക്കണ്ട. പക്ഷെ നമുക്കറിയാം, നമ്മൾ വേണ്ടാന്നൊരു കാര്യം പറഞ്ഞാൽ അത് തന്നെ ചെയ്യത്തുള്ളൂ. ഞാൻ പോയി അത് തന്നെ പോയി കണ്ട്. ആൻഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ നെക്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഐ എം നോട്ട് ഗോയിങ് ടു സർവൈവ്. എനിക്ക് ആ റിയാലിറ്റി മനസ്സിലായി. അറ്റ് ദാറ്റ് ടൈം ഐ വാണ്ടഡ് മൈ മദർ അറൗണ്ട്, മൈ സിസ്റ്റർ അറൗണ്ട്. എൻ്റെ സിസ്റ്റർ ഒത്തിരി കരയായിരുന്നു. മൈ മദർ ആക്ച്വലി വെന്റ് ഔട്ട്. എൻ്റെ അമ്മ വെളിയിലോട്ട് ഓടി. അപ്പം ഈ ഫെസ്റ്റിവൽ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുമ്പം ആ, ഇവിടെ ആൾക്കാർ പാട്ട് വെക്കും. ആ പാട്ട് വലിയ വലിയ സ്പീക്കർ വെച്ചിട്ട് അവരുടെ വീടിന്റെ ടെറസിന്റെ അവിടെ പോയി ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എത്ര വിളിച്ചാലും അവർ കേൾക്കത്തില്ല. എൻ്റെ അമ്മ ഒത്തിരി നേരം ഇപ്പടുത്തും ഉള്ള ആൾക്കാരെ വിളിച്ചു, പക്ഷെ ആരുടെ അടുത്തും അമ്മയുടെ ഒരു വോയിസ് പോകുന്നില്ല. അപ്പൊ എൻ്റെ അമ്മ ആ, കരഞ്ഞുകൊണ്ട് ദൈവമേ എങ്ങനെയല്ല നീ ഒരാളെ റെഡിയാക്ക്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേരത്ത് തന്നെ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഒരു ആന്റി, ഞങ്ങളുടെ സൊസൈറ്റിയിൽ തന്നെ താമസിക്കുന്ന ഒരു മലയാളി ആന്റി തന്നെ, ആ ആന്റിയുടെ ബ്രദറിന്റെ മോള് ഹോസ്പിറ്റലിൽ കിടക്കും. അപ്പൊ ആ മോളെ കാണാൻ വേണ്ടി അവർ ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വരികയായിരുന്നു. മമ്മിയെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവർ ഓടി വന്ന് ആ മമ്മിയെ കണ്ടു. മമ്മിയോട് ചോദിച്ചു എന്താ പറ്റി. Then they realized that this is something that is worst, something is happening.
അപ്പം അവരുടെ ആക്റ്റീവായിൽ എന്നെ വെച്ചിട്ട് യുനോ എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റൽ അഗെയിൻ ഇറ്റ് വാസ് 2-3 കിലോമീറ്റേഴ്സ് അവേ. എനിക്ക് ആ സമയം മൊത്തം എൻ്റെ മനസ്സിൽ ഇതായിരുന്നു, ഐ ഹാവ് സീൻ മൈ മദർ ഫോർ ദ ഫൈനൽ ടൈം. എന്ന് വെച്ചാൽ എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്നെ രക്ഷിക്കാൻ ഒത്തില്ലെങ്കിൽ ഐ വുഡ് ഡൈ ഓൺ ദ സ്ട്രെച്ചർ. എഫിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ടേബിളിൽ ഞാൻ മരിക്കും. ആ ഒരു വിചാരം കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴേ അവിടുത്തെ അറ്റൻഡേഴ്സ് എൻ്റെ നെക്ക് കണ്ടിട്ട്, കഴുത്ത് കണ്ടിട്ട് പറഞ്ഞു രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, ഇന്ന് 2-3 സർജറി ഓൾറെഡി തന്നെ അവർ കംപ്ലീറ്റ് ആയി, അവർക്ക് സക്സസ്ഫുൾ അല്ലായിരുന്നു. അപ്പം ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർ തന്നെ എല്ലാ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് അഹമ്മദാബാദിലോട്ട് വണ്ടി കയറിയെന്ന് എന്നോട് ഞാൻ അത്രയും കേട്ടു. ആൻഡ് ആ സമയത്ത് തന്നെ എന്നെ കൊണ്ടുപോയി കാഷ്വാലിറ്റിക്കകത്ത് കടത്തി കഴിഞ്ഞിട്ട് അവര് ഒത്തിരി കെമിക്കൽസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്നെ നെക്കിന് അവിടെ ഇട്ടു. ഈ നമ്മൾ പറയത്തില്ലേ, ഈ വേദന കൊണ്ട് പ്രാണൻ അതുപോലത്തെ വേദന സഹിച്ചായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നത്, എൻ്റെ ചർച്ചിന്റെ അസിസ്റ്റന്റ് പാസ്റ്റർ ആ സമയത്ത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ആ പാസ്റ്റർ എൻ്റെ കൈ പിടിച്ചിട്ട് ഹി പ്രേഡ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സുകൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. വെച്ചാൽ ഞാൻ എവിടോട്ടോ പോകുന്ന ഒരു ഇതായിരുന്നു. ഇപ്പോഴും എനിക്കൊരു ഐഡിയ ഇല്ല എൻ്റെ അവിടുത്തെ കൺസെന്റ് ഫോംസ് ആരാ ഫില്ല് ചെയ്ത് സൈൻ ചെയ്തത്. ഐ ആസ്റ്റ് മൈ അസിസ്റ്റന്റ് പാസ്റ്റർ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം, നിങ്ങൾ ആണോ ചെയ്തത്? പക്ഷെ ആ പാസ്റ്ററും ചെയ്തിട്ടില്ല. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എൻ്റെ കൺസെന്റ് ഫോംസ് ഒക്കെ ആരാ സൈൻ ചെയ്തിട്ടുണ്ട്. എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി 6:30 ആയപ്പോൾ 6:30 ആയി. ഓപ്പറേഷൻ തിയേറ്ററിൽ പോയപ്പം അവിടെ എൻ്റെ ക്ലാസ്മേറ്റിന്റെ മദർ തന്നെയായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോക്ടർ. അപ്പം അവർ പറഞ്ഞു, നിന്റെ സർജറി ഞങ്ങൾ ചെയ്യാൻ പോവാ. സർജറി ചെയ്യുമ്പോൾ ഞങ്ങൾ നിന്നെ നമ്മുടെ അനസ്തേഷ്യ തരത്തില്ല. അവർ പറഞ്ഞു, സിൻസ് ഇറ്റ്സ് എ നെക്ക് ഇഞ്ചുറി വി വാണ്ട് ടു ചെക്ക് ഓക്സിജൻ കിട്ടുന്നുണ്ടോ, നിനക്ക് വർത്താനശേഷി പോകുന്നുണ്ടോ, അതുകൊണ്ട് യു ഹാവ് ടു ബി കോൺഷ്യസ്. 4 മണിക്കൂറിന്റെ ഓപ്പറേഷൻ ആയിരുന്നു. 4 മണിക്കൂർ ഞാൻ കോൺഷ്യസ് ആയിരുന്നു. അത് വൈൽ ദ ഓപ്പറേഷൻ വാസ് ഗോയിങ് ഓൺ, ദ മെയിൻ ഡോക്ടർ ടോൾഡ് മീ, മെയിൻ ഡോക്ടറിനോട് പറഞ്ഞു, നിന്റെ കഴുത്തിന്റെ മെയിൻ ഒരു 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 ആർട്ടറി, ഇവിടുന്ന് പോകുന്ന ഒരു വെയിന്, അതിന്റെ തൊട്ട് മുമ്പിൽ തന്നെ ആ ത്രെഡ് വന്ന് നിന്നു. അത് ഇച്ചിരൂടെ കട്ടായി പോയെങ്കിൽ യു വുഡ് എയ്തർ ബി ഇൻ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കോമ. ഞാൻ ശരിക്കും പറഞ്ഞ എൻ്റെ വേർഡ്സ് ഇല്ലായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ദേഹത്ത് ഉള്ള നമ്മുടെ ആ ഒരു ജീവനൂടെ പോയി. വെച്ചാൽ അത്രയും ക്ലോസ് ആയിരുന്നു. ബട്ട് ദേ വർ വെരി ഗുഡ്. 4 മണിക്കൂർ എന്നോട് സംസാരിച്ചു. പിന്നെ സ്റ്റിച്ച് ഇടാൻ തുടങ്ങി. സ്റ്റിച്ച് ഇട്ടിട്ട് ഐ സ്റ്റിൽ റിമെമ്പർ ദ ഇന്റേണൽ സ്റ്റിച്ചസ് ദാറ്റ് ഐ ഹാഡ്. ഇറ്റ് വാസ് ദ മോസ്റ്റ് ഹോറിഫിക് പെയിൻ. ഐ സ്റ്റിൽ ഇതുവരെ വേദന സഹിച്ചതിന്റെ അത്രയും വേദന ഞാൻ ഒരിക്കലും സഹിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റിച്ചുകൾ അപ്പർ ഔട്ടർ സൈഡിലും ഒക്കെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ 4-4.5 മണിക്കൂർ എന്ന് വെച്ചാൽ രാത്രി 10:30 ആയപ്പോൾ എന്നെ വാർഡിലോട്ട് ഷിഫ്റ്റ് ആക്കി. ഐ റിയലൈസ് ദാറ്റ് സംതിങ് ബിഗ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. എന്നെ ദൈവം രക്ഷിച്ചു എന്ന് എനിക്ക് ഒരു റിയാലിറ്റി ബോധ്യമായി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് മടങ്ങി. ഐ തിങ്ക് ഇൻ 22 days എൻ്റെ വെയിറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഇറ്റ് വെൻഡ് അപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 20-25 കിലോ ഉള്ള ആള് ഇപ്പം ഐ വാസ് വെയിങ് അറൌണ്ട് 170. എന്ന് വെച്ചാൽ 100 കിലോ എൻ്റെ ബോഡിക്ക് കയറി. എനിക്ക് ആ സമയത്ത് അറിയത്തില്ലായിരുന്നു സ്റ്റിറോയിഡ്സ് കുത്തിവെച്ചാലുള്ള സൈഡ് എഫക്ട്സ് എന്തുവാണ്. ആ സമയത്ത് ആര് പെർമിഷൻ കൊടുത്തു, പക്ഷെ ദാറ്റ് വാസ് വെരി നെസസറി. ആ സമയത്ത് അവർ ആ ഇഞ്ചക്ഷൻ ഒക്കെ തന്നുകൊണ്ട് ബ്ലഡ് ലോസസ് ഒത്തിരി ആകാതും എല്ലാ കോംപ്ലിക്കേഷനിൽ ഇതായി. പക്ഷെ ഒരു സൈഡ് എഫക്റ്റ് പോലെ ഒരു 170 വരെ എൻ്റെ കിലോ കൂടിപ്പോയി. ഞാൻ ഒത്തിരി നിരാശയായി. ബിക്കോസ് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം റിയലൈസ് ആയി, ഐ വുഡ് നെവർ പ്ലേ ഫുട്ബോൾ അഗൈൻ. എന്ന് വെച്ചാൽ ഈ വെയിറ്റ് വെച്ച്, ഈ നീ വെച്ച്, ഈ മുട്ട് വെച്ച് ഒരിക്കലും ഇനിയും എനിക്ക് കളിക്കാൻ ഒക്കത്തില്ല. അപ്പൊ എൻ്റെ മനസ്സിൽ ഓൾറെഡി ഒരു നിരാശ പറ്റി. ഒരു ആക്സിഡന്റ് കാരണം ഇത്രയും വലിയൊരു സംഭവം എൻ്റെ ജീവിതത്തിലായല്ലോ.
പക്ഷെ പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈ സ്റ്റിച്ചസ് എടുക്കാൻ വേണ്ടി തിരിച്ച് ഞാൻ ഡോക്ടറിൻ്റെ കാണാൻ പോയി. അന്നാ ശരിക്കുള്ള ഇതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലായത്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു അന്യജാതി ഡോക്ടർ എന്നോട് പറയാം, നീ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നോ ആ ദൈവം കാരണം നിന്റെ ജീവൻ ഇന്ന് നിനക്ക് ഉള്ളതെന്ന്. ഇറ്റ് ഇറ്റ് മെയ്ഡ് എ നോൺ ബിലീവർ ടു ടെൽ മീ ദാറ്റ് മൈ ഗോഡ് വാസ് റിയൽ. അപ്പൊ അത് എനിക്ക് വലിയൊരു, ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഇസ് എ സ്ട്രൈക്കിംഗ് ഡയലോഗ് ദാറ്റ് ഐ ഹാഡ് ഫ്രം എ നോൺ ബിലീവർ. ഞാൻ അപ്പൊ എൻ്റെ മമ്മി ചോദിച്ചു, ഡോക്ടറെ എന്തോ മീൻസ് വാട്ട് ഈസ് ദ മെയിൻ റീസൺ വൈ വുഡ് യു സേ ദാറ്റ്? അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മോൻ, നിങ്ങളുടെ മകന് 117 സ്റ്റിച്ച് ഉണ്ട് കഴുത്തിൽ, 117 സ്റ്റിച്ചസ് അറൗണ്ട് ദ നെക്ക്, അകത്ത് 7 സ്റ്റിച്ചസ്. അപ്പൊ ഞാൻ ഇത് കേട്ടപ്പം തന്നെ എൻ്റെ കയ്യിൽ ഒരു ഗൂസ് ബംസ് ആയി. ഐ ഡിഡൻ റിയലൈസ് ദാറ്റ് ദിസ് മച്ച് ഹാവ് ഹാപ്പൻഡ്. എനിക്കറിയത്തില്ലായിരുന്നു 117 സ്റ്റിച്ച് വെച്ച് തന്നെ ഞാൻ ഓപ്പറേഷനിൽ നിന്ന് ഇറങ്ങിയെന്ന്. തിരിച്ച് വീട്ടിൽ വന്നു, വിഷമങ്ങൾ ഒത്തിരിയായി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 2 മാസം 1 മാസം കഴിയുമ്പോൾ എൻ്റെ ബോർഡ് എക്സാമാണ്. എൻ്റെ പ്രിപ്പറേഷൻ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യാത്തത് കൊണ്ട് ബോർഡ് എക്സാം നല്ലതായിട്ട് പോകുന്നതിന് പകരം ഈ പ്രാവശ്യം ബോർഡ് എക്സാം എങ്ങനെയോ ഞാൻ കൊടുത്തു. റിസൾട്ട് വന്നപ്പോൾ 3 സബ്ജക്റ്റിന് ഞാൻ ഫെയിലായത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു, ജസ്റ്റ് ബിക്കോസ് ഐ വുഡ് നെവർ പ്ലേ ഫുട്ബോൾ അഗെയിൻ. ആ ഫുട്ബോൾ കളിക്കാൻ ഒക്കാത്ത ദുഃഖവും പ്ലസ് ഒരു ഒരു- ഒരു ഇതോടെ വന്നപ്പം എന്ന് വെച്ചാല് ഫെയിലിയർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഫെയിൽ ആകാത്ത ഒരാള് 3 വലിയ സബ്ജക്റ്റിനകത്ത് ഫെയിലായി. ദാറ്റ് വാസ് മൈ ബിഗസ്റ്റ് സെറ്റ് ബാക്ക്. നൗ വെൻ ഐ സീ മൈസെൽഫ് ഇൻ, ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഞാൻ 4-5 മാസമായിട്ട് ഐ നെവർ യൂസ് ടു സീ മൈസെൽഫ് ഇൻ ദ മിറർ. ഞാൻ നോക്കുമ്പോൾ ഒരു വണ്ണം വെച്ച ഒരാള്, ഓൾറെഡി എൻ്റെ ഫാമിലി ഹെറിഡിറ്ററി ഞങ്ങൾക്ക് ഇച്ചിരി വെയിറ്റ് കൂടുന്ന ഒരു ഫാമിലിയാണ്. സോ ഐ ഓൾവേസ് യൂസ് ടു മെയിൻറ്റെയിൻ ദാറ്റ്. ആ ഒരു വണ്ണം കുറച്ച് നിൽക്കാനുള്ള കാര്യങ്ങൾ നോക്കരുത്. പക്ഷെ നൗ ഇറ്റ്സ് ഐ യൂസ് ടു ഹേറ്റ് മൈസെൽഫ് സീയിങ് ഇറ്റ്. ആ സമയത്ത് താടിയും മുടിയും എല്ലാം വളർന്ന് ഐ വാസ് കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ്. ഞാൻ എൻ്റെ ചർച്ചിൻ്റെ ആൾക്കാരൊക്കെ വന്ന് എന്നെ എൻകറേജ് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷേ ഐ നെവർ യൂസ് ടു ബി ഹാപ്പി. ഞാൻ ഫെയിലിയർ ആയിട്ട് ഒരാളെ മൂന്ന് സബ്ജക്ട് ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ആ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ നാണംകേട്, എൻ്റെ ജീവിതത്തിൽ ഫെയിലിയർ കാരണം നാണംകേട് സഹിക്കേണ്ടി വന്നു. ഐ യൂസ് ടു സ്റ്റാർട്ട് ആസ്കിങ് ഗോഡ്, ദൈവമേ ഞാൻ എന്ത് തെറ്റ് കേട്ടത്, ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന്. അങ്ങനെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്റ്റർ എന്നെ ഒരു ഓർഫനേജ്, ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു ഓർഫനേജിൽ കൊണ്ടുപോയി. ദാറ്റ് വാസ് വൺ ഓഫ് ദ മൂമെന്റ് ദാറ്റ് ചേഞ്ച് മൈ ഔട്ട്ലുക്ക് ടുവേർഡ്സ് ലൈഫ്. ഞാൻ റിയലൈസ് ചെയ്തു, എൻ്റെ ഒരു വർഷമേ പോയിട്ടുള്ളൂ, ഞാൻ 3 സബ്ജക്റ്റിനെ ഫെയിൽ ആയിട്ടുള്ളൂ. പക്ഷെ അവിടെ ഒത്തിരി പിള്ളേർ എന്നെക്കാളും സിറ്റുവേഷൻസ് വേഴ്സ് ആയിട്ട് അവിടെ ജീവിതം വെച്ചിരിക്കുക. സോ ഐ കെയിം ബാക്ക്. വെൻ ഐ കെയിം ബാക്ക്, ഒരു പുതിയ പെർസ്പെക്റ്റീവായിട്ട് ഞാൻ തിരിച്ചു വന്നു. ദെൻ സ്ലോലി ഐ ഓവർകെയിം ഓൾ ദോസ് മെന്റൽ ഹർഡിൽസ്. അന്ന് ആ സമയത്ത് ഞാൻ പിന്നെയും ചോദിക്കുന്നത്, ദൈവമേ എനിക്ക് ആക്സിഡന്റ് പക്ഷെ എന്നാ പറ്റിയത്? പക്ഷെ ആ സമയത്ത് ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ചർച്ചിലെ ഡീക്കനായിരുന്നു. ഹി പാസ്ഡ് അവേ ഇൻ 2011. ആ അങ്കിള് എന്നോട്, എൻ്റെ അടുത്ത് വന്ന് ഈ വചനം, ഞാൻ പറഞ്ഞ വചനം എന്നോട് പറഞ്ഞു, നിന്റെ ലൈഫിൽ യു മൈറ്റ് ബി ബെയറിങ് ഫ്രൂട്ട്സ് ഫോർ ഹിം ദാറ്റ് ഐ ഡോണ്ട് നോ, യു മൈറ്റ് നോ ഇറ്റ്, ഗോഡ് നോസ് ഇറ്റ്. ദൈവത്തിന് അറിയാം. പക്ഷെ നിന്റെ ലൈഫിൽ നിന്നകത്തുനിന്ന് ഇനിയും നീ നല്ല ഫ്രൂട്ട്സ് കൊണ്ടുവരാൻ വേണ്ടി നിന്റെ ലൈഫിൽ ദൈവം തന്ന യുനോ ഒരു പ്രോസസ്, ഒരു റിഫൈനിങ് പ്രോസസ്സ്. പക്ഷെ ആ സമയത്ത് എനിക്ക് മനസ്സിലായില്ല എന്തുവാ അങ്കിള് പറഞ്ഞതെന്ന്. ബട്ട് ഹി ടോൾഡ് മീ ടു റീഡ് ദിസ് ചാപ്റ്റർ. ഞാൻ ഈ ചാപ്റ്റർ ബാർ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് രണ്ടാമത്തെ വചനം ഒരു ചില സെൻസ് കിട്ടാൻ തുടങ്ങി. ബട്ട് ഹൗ ക്യാൻ ഐ ബി ഫ്രൂട്ട്ഫുൾ? എനിക്ക് ആ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ 12th പാസ്സായി. ഞാൻ ബാച്ചിലർ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കോഴ്സ് എടുത്തു.
അതിനും ഒത്തിരി പ്രാർത്ഥിച്ചു. ഐ വാസ് സപ്പോസ് ടു ഗോ ഇൻ ടു മെഡിക്കൽ ഫീൽഡ്. ബയോളജി ഒരു എടുത്തതിൻ്റെ ഒരു റീസണും മെഡിക്കൽ ഫീൽഡും മാത്സും ആ സബ്ജക്റ്റ് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അതൊന്നും ആയില്ല. എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ, ഐ വാസ് ഗുഡ് വിത്ത് കമ്പ്യൂട്ടേഴ്സ്. BCA എടുത്തു. BCA എടുക്കുന്ന സമയത്തും എങ്ങനെയോ 3 വർഷം പോയി. പക്ഷെ ആ 3 വർഷം കൊണ്ട് ദൈവത്തിന്റെ കൂടെയുള്ള റിലേഷൻഷിപ്പ് എൻ്റെ നല്ലതായിട്ട് കൂടി. എനിക്കിത് മനസ്സിലായി. ഇപ്പം ഈ ദൈവം എന്ന് പറഞ്ഞ ഒരാള് കാരണമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ബുക്കിന്റെ ടൈറ്റിൽ ഈയിടെയായിട്ട് ഓർക്കുന്നു. ദൈവം, എൻ്റെ ബുക്കിന്റെ ടൈറ്റിൽ ഹൗ വുഡ് ഐ ഇൻട്രൊഡ്യൂസ് യു. ഞാൻ എന്റെ ദൈവത്തിനെ ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തിനെയാണ് ഐ വാണ്ട് ടു ഇൻട്രൊഡ്യൂസ്. ഐ വാണ്ട് ടൈറ്റിൽ റിലേറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ യുനോ സബ്ജക്ട്. അപ്പം ആ 2013 വരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി ആ ഒരു നവരചന എന്ന് പറഞ്ഞൊരു കോളേജിലാണ് ഞാൻ ആദ്യം എൻ്റെ ബാച്ചിലർ ചെയ്തത്. ആ കോളേജ് 2009 എൻ്റെ പെർസെൻറ്റേജ് 12th കുറവായതുകൊണ്ട് എങ്ങും അഡ്മിഷൻ കിട്ടുന്നില്ലായിരുന്നു. എൻ്റെ അമ്മ ആ, പ്രാർത്ഥിച്ചു. ഞാൻ ആ സമയത്ത് ഗോവയിൽ ഒരു യൂത്ത് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാതിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ചു പറഞ്ഞു, നീ പാസ്സായി, ഇവിടെ ഒരു കോളേജ് തുടങ്ങാൻ പോവാ, നീ ആ കോളേജിൽ ഒന്ന് കൊടുത്ത് നോക്ക്, നിനക്ക് വേണ്ട സബ്ജക്റ്റ് തന്നെയാണ് BCA എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തന്നെയാണ്, അപ്പം നീ കൊടുക്ക്. ഞാൻ കൊടുത്തു. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. 2013 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, നിനക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോളേജാണ്. എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ തുടങ്ങി വെച്ച ഒരു കോളേജ്. എന്ന് വെച്ചാൽ എൻ്റെ സമയത്ത് 60 പിള്ളേരെ ഉള്ളായിരുന്നു കോളേജിൽ. ആ അങ്ങനത്തെ ഒരു മിറക്കിൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. പിന്നെ ലേറ്റർ ഓൺ ഞാൻ ഒരു സ്കൂളിൽ 2014 to 2016 ഞാൻ അവിടെ ജോബായിട്ട് നോക്കി, ടീച്ചറായിട്ട്. ആ സമയത്ത് എനിക്ക് പിള്ളേരുടെ കൂടെ മിനിസ്റ്റർ ചെയ്യാനും പിള്ളേരുടെ കൂടെ ഉള്ള ഒരു ഫെലോഷിപ്പ്, ഐ റിയലി എൻജോയ്ഡ് ദാറ്റ്. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ ഓരോരോ സ്ഥലത്ത് മിനിസ്റ്റർ ചെയ്യാൻ പോവായിരുന്നു, എൻ്റെ ടെസ്റ്റിമോണീസ് പറയാൻ പോവായിരുന്നു. അപ്പം അങ്ങനെ പോയി നോക്കിയപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. വേൾഡിൽ ഒത്തിരി ആൾക്കാർക്ക് ഒരു ഹോപ്പ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒത്തിരി ആൾക്കാരെ ഞാൻ കാണാൻ ഒത്തു. അപ്പം അതെനിക്ക് മനസ്സിലായി. ഇനി എൻ്റെ ജീവിതത്തിലെ ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദെയർ ലൈഫ് ആൻഡ് സോ ദാറ്റ് ഐ ക്യാൻ ബ്രിങ് ഗോഡ്സ് ഗ്ലോറി. ദൈവത്തിന്റെ മഹിമ അവരുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ആശ അവരുടെ ജീവിതത്തിൽ എത്തിച്ചേർക്കാൻ വേണ്ടി ദൈവമേ നീ എന്നെ യൂസ് ചെയ്യണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അഗെയിൻ this is another miracle. 2015 I decided that ഒരു വർഷം കൂടി ഞാൻ ജോലി ചെയ്തിട്ട് ഐ വുഡ് ഗോ ആൻഡ് പെർസ്യൂ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ വർക്ക്. അപ്പൊ ഞാൻ അഗെയിൻ ദൈവത്തിനോട് ചെയ്യുമ്പോൾ ഇനിയും എനിക്ക് ഈ ഒരു സബ്ജക്ട് എടുക്കണം. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഒരു കോളേജിൽ 4000 ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന 40 പേർക്ക് കിട്ടത്തുള്ളൂ. ചാൻസസ് ഒത്തിരി കുറവ് അവിടെ കിട്ടാൻ. പക്ഷെ എനിക്ക് എൻ്റെ ഏജ്, ഐ വാസ് 27 when I started my masters. ഞാൻ ദൈവത്തിനോട് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയായാലും ഈ വർഷം മാസ്റ്റേഴ്സ് എടുക്കണം. യു വോണ്ട് ബിലീവ് ഇറ്റ്, ആ നവരചന എന്ന് പറഞ്ഞ കോളേജിൽ ദേ സ്റ്റാർട്ടഡ് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് സെയിം ഇയറിൽ തന്നെ. അഗൈൻ ഐ വാസ് ഇൻ ദ ഫസ്റ്റ് ബാച്ച് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോഴ്സ്. ഞാൻ അവിടെ നിന്ന് എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തു. ആ മാസ്റ്റേഴ്സിന്റെ 2 years കൊണ്ട് ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഇൻ ടു സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെയർ പീപ്പിൾ ഹാസ് നെവർ ഗോൺ. ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി ദൈവത്തിന്റെ ഓരോരോ മാർഗം ഉണ്ടാക്കി തരുന്ന കാര്യങ്ങളാണ്. ഐ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ട്രാൻസ്ജെൻഡേഴ്സ്, ലെപ്പറസി ഉള്ള ആൾക്കാർക്ക് വേണ്ടി, എയ്ഡ്സ് ആയ ആൾക്കാർക്ക് വേണ്ടി, വേഴ്സ്റ്റ് കൈൻഡ് ഓഫ് നമ്മുടെ ഈ സെക്ഷൻസ് ദ സൊസൈറ്റി നമ്മൾ കാണത്തില്ല. നമ്മൾ അൺപ്രിവിലേജ്ഡ് ആൾക്കാർ, വേഴ്സ്റ്റ് സിറ്റുവേഷൻസിൽ താമസിക്കുന്ന ആൾക്കാർ, കള്ള് കുടിച്ച് സ്ട്രീറ്റിൽ താമസിക്കുന്ന ആൾക്കാർ, അവരുടെ കൂടെ ഒക്കെ ഇന്ററാക്ഷൻ ചെയ്യാൻ വേണ്ടി ഈ MSW എന്ന് പറഞ്ഞ ഡിഗ്രി എനിക്ക് യൂസ്ഫുൾ ആയി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലായിരുന്നു ഒരു കോഴ്സ് കാരണം എനിക്ക് ഇത്രയും കണക്ഷൻ കിട്ടുമെന്ന്. 2018 ഞാനത് ക്ലിയർ ആയി. Then I went back to that same school where I was a teacher and worked for 2.5 years as a school counselor. പിന്നെ ഞാൻ ഐ വർക്ക് ഫോർ എൻ NGO ആസ് പ്രോജക്ട് കോർഡിനേറ്റർ. അപ്പോൾ ആ സമയത്തും എനിക്ക് അഗൈൻ ഐ വെന്റ് ഇൻ ടു വില്ലേജ് ലൈഫും വില്ലേജിലെ ആൾക്കാരുടെ സ്ട്രഗിൾസ്, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആ കാര്യം പഠിക്കാൻ കിട്ടി. ദെൻ ലാസ്റ്റ് 1.5 year I was jobless. അഗൈൻ ഞാൻ എൻ്റെ ജോബ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഞാൻ ഇത്രയും പഠിച്ച് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടും 2 ഡിപ്ലോമ കോഴ്സസ് ഐ കംപ്ലീറ്റഡ് കോവിഡിന്റെ സമയത്ത്.
ഈ റീസെന്റ് ഞാൻ അനദർ കംപ്ലീറ്റഡ് അനദർ മാസ്റ്റേഴ്സ്. ഇത്രയും പഠിച്ചിട്ട് എനിക്ക് 1.5 വർഷമായിട്ട് ഒരു ജോലിയും കിട്ടുന്നില്ലായിരുന്നു. ഐ ഹാവ് അപ്ലൈഡ് ഫോർ അറൌണ്ട് 600+ ഓർഗനൈസേഷൻസ് ഇൻ 1.5 years. എനിക്ക് കോൾസ് വന്നത് ഒരു 36-40 അടുത്തുനിന്ന് മാത്രമേ കോൾസ് വന്നുള്ളായിരുന്നു. ബട്ട് നെവർ എവർ ഐ ഞാൻ മൂന്ന് ലെവൽ ഓഫ് ഇന്റർവ്യൂസ് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടത്തില്ലായിരുന്നു. ജോലി കിട്ടുമെങ്കിൽ സാലറി കുറവ്. പിന്നെ ചില മോസ്റ്റ് ഓഫ് ദ റിജക്ഷൻ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഐ എം ഓവർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അവര് തരത്തില്ല. അഗെയിൻ ഐ പ്രേഡ് ഗോഡ് മേക്ക് എ വേ, ഗോഡ് മേക്ക് എ വേ. ബിക്കോസ് നിങ്ങൾക്ക് ഐ ബിലീവ് ദാറ്റ് മോസ്റ്റ് ഓഫ് യു ആർ വർക്കിംഗ്, അല്ലെങ്കിൽ വർക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു വർക്ക് ഇല്ലാതെ 1.5 വർഷം ഫാമിലി ഒരു സപ്പോർട്ടൊക്കെ ചെയ്ത് നടക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ബട്ട് ദൈവം ആ 1.5 വർഷം എന്നെ നടത്തിയ ദൈവം 1.5 വർഷം ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി. അഗെയിൻ യു വോണ്ട് ബിലീവ്, ഞാൻ പഠിച്ച കോളേജിൽ തന്നെ 2 വർഷം പോയ കോളേജിൽ തന്നെ ഇപ്പൊ ഞാൻ അവിടെ അസിസ്റ്റന്റ് ടീച്ചിങ് ടീച്ചറായിട്ട് അവിടെ എനിക്ക് ജോലി കിട്ടി. അപ്പൊ ആ ഒരു കോളേജ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോളേജ് പോലെയാണ്. ഇപ്പൊ ഞാൻ അവിടെ കറന്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരും. കഷ്ടങ്ങൾ വരുമ്പം നമ്മള് ഈ ആക്ച്വലി സ്കാറ്റർ, നമ്മളെ ഒരു വലിയ വലിയ സിറ്റുവേഷൻസ് വന്നാലും കൊച്ചു സിറ്റുവേഷൻ വന്നാലും നമ്മുടെ ജീവിതത്തിൽ ചില പ്രോബ്ലംസ് ഒക്കെ നമ്മളെ ഷാറ്റർ ചെയ്യും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഈ വചനത്തിനകത്ത് നമ്മൾ പറയുന്ന പോലെ ദൈവത്തിന് എന്തെങ്കിലും ഒക്കെ ഒരു പർപ്പസ് കാണും. അപ്പൊ നമ്മളൊരു പോട്ടന്റ് എക്സാമ്പിൾ പറഞ്ഞാലും ആ ക്ലേ ഒരു പെർഫെക്റ്റ് ഷേപ്പിലോട്ട് വരുന്ന വരെ ദൈവം നമ്മളെ ഇട്ട് അങ്ങനെ മോൾഡ് ചെയ്യും. ഡ്യൂറിങ് വെൻ ഐ വാസ് ഇൻ ദ ഹോസ്പിറ്റൽ, എനിക്ക് ഏറ്റവും വലിയ എന്നെ എൻകറേജ് ചെയ്ത എക്സാമ്പിൾസ് വാസ് ഈ ഗോൾഡ്. ഗോൾഡ് നമ്മൾ റോ ഫോമിൽ കിട്ടുമ്പോൾ അതിനെ ചൂടിനകത്ത് ആക്കി പിന്നെ അത് പ്യൂരിഫൈ ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും ചില നമ്മുടെ ലൈഫിനകത്തൊക്കെ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഞാൻ പറയും, ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി അടുത്ത് എന്നെ വിളിച്ചിട്ട് അവര് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അടുത്ത് ജോലി തരാമെന്ന് പറഞ്ഞ് ജോയിനിങ് ഡേറ്റ് വരെ തന്നിട്ട് അവിടെ പോയപ്പം അവരെനിക്ക് തരാത്ത അവസ്ഥയുണ്ട്. ചില സമയത്തൊക്കെ വണ്ടിയിൽ ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഞാൻ 2 വീലർ ഓടിക്കുന്ന ഒരാളാണ്. ഈ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസിനൊക്കെ കാണത്തില്ലേ, ഹെൽമെറ്റിനകത്ത് ആൾക്കാർ കരയുന്ന ഒരു റീൽസ്, അതുപോലൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ സമയത്തും ദൈവത്തിനോട് ഞാൻ പറയും, ജെറമിയ 29:11 ഈസ് വൺ ഓഫ് മൈ അതർ ഫേവറേറ്റ് വേർഡ്സ്. ഞാൻ ദൈവം എനിക്കറിയാം നീ എനിക്ക് വേണ്ടി ഏതെല്ലാം നല്ല കാര്യം വെച്ചിട്ടുണ്ട്. പക്ഷെ അതുവരെ ഉള്ളൊരു സഫീഷ്യന്റ് ഗ്രേസ് ദൈവം എനിക്ക് ഹീ പ്രൊവൈഡ്സ് ഇറ്റ്. നമ്മൾ ചോദിക്കേണ്ട ആവശ്യത്തിന് മുമ്പേ തന്നെ ദൈവം നമുക്ക് പ്രൊവൈഡ് തരുന്ന. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്തോന്ന് ഞാൻ പറയാം. ബൈബിളിനകത്ത് ഏറ്റവും കോമൺലി ദൈവം തന്ന ഒരു അഡ്വൈസ്, ബി സ്റ്റിൽ. ഞാൻ ഒരിക്കലും സ്റ്റിൽ അല്ലായിരുന്നു. ഞാൻ പ്രശ്നം വരുമ്പോൾ ആദ്യം ഞാൻ തന്നെ സോൾവ് ചെയ്യാൻ നോക്കും. ദൈവം സൈഡിൽ ഇരുന്ന് നോക്കും, ഇവൻ ചെയ്യട്ടെ. ഐ എം ഈവൻ നൗ ഓൾസോ സംടൈംസ് ഐ ഡു ദാറ്റ്. ബട്ട് ദൈവം എന്നെ പഠിപ്പിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ലെസണാണ്, നെവർ ടേക്ക് കൺട്രോൾ ഓഫ് ദ സിറ്റുവേഷൻ, ഗിവ് ഇറ്റ് ടു ഗോഡ്സ് ഹാൻഡ്, യു വിൽ കൺട്രോൾ ഇറ്റ്. അപ്പൊ എൻ്റെ ലൈഫിന്റെ ടെസ്റ്റിമണിക്കകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ലൈഫിനകത്ത് എല്ലാം പർപ്പസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതത്തിൽ ഏതൊക്കെ തരത്തിൽ ദൈവം യൂസ് ചെയ്യാനിരിക്കുക. നമ്മൾ എവിടെ പോയാലും, നമ്മൾ എവിടെ പ്ലേസ് ചെയ്താലും, ദൈവം നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ, കഥകൾ തന്നിട്ടുണ്ട്. ആ കഥകൾ അന്യ ആൾക്കാരോട് പറയാം. ഇന്നത്തെ ദിവസവും ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഒരു ലെക്ചർ കഴിഞ്ഞിട്ട് ഐ വാസ് ഒരു LLBയുടെ ബാച്ച് ആയിരുന്നു. അപ്പം 2 സ്റ്റുഡൻറ് എന്ന് കിട്ടി. അവരോട് ചോദിച്ചു, നീ എന്തോ നീ കോഴ്സ് എടുത്തത്? സോ ഐ വാസ് ആസ്കിങ് ദം വൈ ഡിഡ് ദേ took this course, and they were telling me, sir, ഈ കാരണവശാൽ ഞങ്ങൾക്ക് we want to do good for something for the society. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്. ഞാൻ അവരോട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറീസ് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു, see, this is the calling, this is what God has prepared you. They have. ഞാൻ അത് പറഞ്ഞപ്പം അവർക്കും ആ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തന്ന സ്റ്റോറീസ് അന്യ ആൾക്കാരോട് പറയാൻ. അഗൈൻ ഞാൻ ഇപ്പം മിനിസ്ട്രി ചെയ്യുന്ന ICPFന്റെ കൂടെയും
പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ ഈ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയുടെ കൂടെ, ട്രാൻസ്ജെൻഡറുടെ കൂടെ, എയ്ഡ്സുകാരുടെ കൂടെ, ലെപ്പറസിക്കാരുടെ കൂടെ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ള. ഞാനിപ്പോൾ യൂട്യൂബിലും സൂമിലൊക്കെ മീറ്റിംഗ് നടത്തുന്ന വ്യക്തിയാണ്. ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് എല്ലായിടത്തും ചെന്ന് പറയുന്ന ഒരു പോയിന്റ് ഇതാ, വി ലീവ് ഇൻ എ ജനറേഷൻ വേർ വി ആർ ദ വാക്കിംഗ് ബൈബിൾസ്. ഇപ്പം ഈ ബൈബിൾ എന്ന് പറഞ്ഞ കാര്യം ഒരു ഒരു നോർത്ത് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. സോ ഐ ഓൾവേസ് ടെൽ, എത്രയും നമ്മളെ കൊണ്ട് നോക്കുന്നു, നമ്മുടെ ലൈഫിനകത്ത് ആ ഒരു ബൈബിള് ഇൻകോപ്പറേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇറ്റ് ഷുഡ് ബി റീഡബിൾ ടു അതർ പീപ്പിൾ. അപ്പൊ ഞാൻ ഇന്ന് ആ പിള്ളേരോട് അതെല്ലാം കാര്യങ്ങൾ പറയുമ്പോൾ പിള്ളേർക്ക് മനസ്സിലായി, ഓക്കെ, ദർ ഇസ് ദിസ് കൺസെപ്റ്റ് ഓഫ് ഗോഡ്. അപ്പൊ നമ്മൾ എവിടെ ചെന്ന് എങ്ങനെയോ ഒരു കൺവെർസേഷൻ നമ്മൾ അന്യ ആൾക്കാരോട്, അന്യ ജാതിക്കാരോട് നമ്മൾ ദൈവത്തിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മൾ ആക്ട്സിനകത്ത് കാണാം, യുനോ ഹൗ പോൾ ഇൻട്രൊഡ്യൂസ്ഡ് ഗോഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വേ. അത് അൺഓർത്തഡോക്സ് വേയില്ല ദൈവത്തിനെ ഇൻട്രൊഡ്യൂസ്. അതുപോലെ നമ്മളൊക്കെ എവിടെ പോയാലും മേക്ക് ഷുവർ യു ടെൽ യുവർ സ്റ്റോറി. അത് ദൈവം എല്ലാ ദിവസവും ചാൻസ് തരും. പിന്നെ വേറൊരു കാര്യമൊന്നും അത് ഇതോടെ പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിക്കുമ്പം ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ദാറ്റ് ദർ ഇസ് വെരി ലെസ് പീപ്പിൾ ടു മോട്ടിവേറ്റ് യു. ആൻഡ് ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഓഫ് ദിസ് വേൾഡ് റൈറ്റ് നൗ. ഇപ്പം നമ്മുടെ വേൾഡിലുള്ള ഒത്തിരി ആൾക്കാർ തന്നെ ഉള്ള ഒരു ജീവശൈലി കൂടെ പോകുന്നത്, ലൈഫ് സ്റ്റൈലാണ്. അപ്പം ഈവൻ ഇഫ് ഇൻ വൺ ഡേ ഇഫ് യു ആർ മെസ്സേജിങ് സം വൺ ഹൗ ആർ യു, അല്ലെങ്കിൽ ഒരു ഒരാൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നു, ഇവൻ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ് ബിഫോർ ഗോഡ്സ് സൈറ്റ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ ഏറ്റവും കുറവായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആയിട്ട് നമ്മൾ തോന്നുന്ന കാര്യങ്ങൾ വരെ ചെയ്യുമ്പോൾ ആ ദൈവത്തിന് മുമ്പിൽ വലിയ കാര്യങ്ങളാണ്. നിങ്ങളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ ഒത്തിരി മാസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ ടൈമായിട്ട് കാണാതിരിക്കുന്ന ആൾക്കാരെ ഒക്കെ വിളിക്കുക. See, that is how small actions spread God's love, and this is what I am striving to do. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു മിക്കവാറും കാര്യം അതെ. എല്ലാ ദിവസവും ദൈവം എന്തെങ്കിലും ഒരു ഗ്യാപ്പ്, എവിടെന്നെങ്കിലും ഓപ്പർച്യൂണിറ്റി തരുമെങ്കിൽ ഞാൻ അത് മിസ്യൂസ് ചെയ്യത്തില്ല. ഞാൻ ഇരിക്കുന്ന ക്യൂബിക്കൾ വരെ ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും അപ്പോൾ ദൈവത്തിൻ്റെ വേർഡ്സ് വെച്ച്. അപ്പോൾ ഇപ്പോൾ ഒരു ഐ വിൽ ഗിവ് യു ദിസ് ഹിന്റ്. നമ്മളെ ക്യൂബിക്കലിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് ഒരു തേർഡ് പേഴ്സണായിട്ട് വർത്താനം പറയുന്ന പോലെ, ഹേ യു, ഇഫ് യു ആർ റീഡിങ് ദിസ് പോസ്റ്റ്, വാണ്ട് ടു ടെൽ യു ദാറ്റ് ഗോഡ് ലവ്സ് യു ആൻഡ് യു ആർ അമേസിങ്. അപ്പം അങ്ങനെ ഒരു വ്യക്തി അത് വായിക്കുമ്പം ഓ, യു ക്യാൻ ഹാവ് ദിസ് കൺവെർസേഷൻ സ്റ്റാർട്ടർ. ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്ന വ്യക്തിയാണ്. കൺവെർസേഷൻ ഒരു പ്രാവശ്യം ഒരാളോട് സ്ട്രൈക്ക് ആവുമെങ്കിൽ ക്യാൻ ഷെയർ ഗോഡ്. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഈ ടെസ്റ്റിമണി മൈറ്റ് ഹാവ് ഇമ്പാക്റ്റഡ് യു. എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ കഷ്ടങ്ങളുടെ സീസൺ വന്നാലും ഏത് സീസൺ വന്നാലും എനിക്കിപ്പോഴും ഞാൻ ദൈവത്തിനെ ചില സമയത്ത് ഇമാജിനറി ആയിട്ട് ഇങ്ങനെ ഞാൻ നോക്കി ഞാൻ പറയും, യു ആർ സംതിങ് എൽസ് എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തിനെ വേറൊരു വ്യക്തിയായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ പറയുന്നത്, ദൈവമേ നീ എൻ്റെ കൂടെ നടക്കുന്നതിന് സ്തോത്രം. അപ്പം ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ടെസ്റ്റിമണി നിങ്ങൾക്ക് ഇമ്പാക്റ്റ് ആയെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ താങ്ക് യു പാസ്റ്റർ ഫിന്നി, സാൻഡി ആൻറ്റി, ആൻഡ് ബോത്ത് ഓഫ് യു for giving me this chance to share my testimony. Thank you. ശരി, ഞാൻ ട്രാവൽ ചെയ്യുകയാണ് കേരളത്തിൽ. I am in Kerala. Okay. That's why I was not able to connect. കുഴപ്പമില്ല. ഞാൻ കുറച്ച് സാക്ഷ്യങ്ങൾ കേട്ടു. Okay. ദൈവത്തിന് സ്തോത്രം. It was a blessed testimony. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാഞ്ച കൈറ്റിന്റെ ആ ത്രെഡ് കൊണ്ടിട്ട് എത്ര പേരാ മരിച്ചിട്ടുള്ളത്? ഒത്തിരി ഉണ്ട് പാസ്റ്റർ. ഈവൻ നൗ ഓൾസോ എവറി ഇയർ അറ്റ്ലീസ്റ്റ് 10-15 people are affected. ഞാൻ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്യായിരുന്നു. ദിസ് ഇയർ ഇറ്റ്സെൽഫ്, ഈ വർഷം തന്നെ ഗുജറാത്തിൽ 4 പേര് മരിച്ചു, മഹാരാഷ്ട്രയിൽ മരിച്ചു. അത് ബാൻഡാണ്, ത്രെഡ് ബാൻഡാണ്. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സ് ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം, ഇതൊരു ചെറിയ കാര്യമല്ല. ഞാൻ ഇപ്പം ജസ്റ്റ് റീഡ് ചെയ്തത്, മഹാരാഷ്ട്രയിൽ ഒരു കൃഷിക്കാരൻ, ഒരു ഫാർമർ സ്കൂട്ടറിൽ പോയപ്പോൾ ഇതുപോലെ കഴുത്തിൽ ത്രെഡ് കുടുങ്ങിയിട്ട് 150 സ്റ്റിച്ചസ് ഇടേണ്ടി വന്നു. 150 സ്റ്റിച്ചസ്.
സോ അങ്ങനെ എന്താ പറയുക, ദൈവം പ്രൊട്ടക്ട് ചെയ്തു. ദാറ്റ്സ് വൈ യു ആർ ഹിയർ Yes, yes, ടുനൈറ്റ്. ഇന്ന് രാത്രി ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ദൈവം ജീവനോട് കൊണ്ടുവന്നു. ഇത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, yes, brother. സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. Okay. ശരി, താങ്ക് യു, ഗോഡ് Thank you, ബ്ലെസ് thank യു. you.